ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നല്ല മഴയാണല്ലേ നാട്ടിൽ. ഇപ്പം നമുക്ക് ഇന്നൊരു കുക്കറിലൊരു തന്തൂരി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 800 ഗ്രാമിൻ്റെ ഒരു ചെറിയ ചിക്കൻ എടുത്ത് ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 800 ഗ്രാം. ഇനി ഇത് ചിക്കൻ മുങ്ങി കിടക്കത്തക്ക വിധി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്ത് ഈ ചിക്കൻ 1 മണിക്കൂർ നമ്മൾ ഇതിലേക്ക് മുക്കി വെക്കണം. 1 മണിക്കൂർ നന്നായിട്ട് ഇതിലേക്ക് മുക്കി വയ്ക്കണം. അതിന് ശേഷം ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഈ ചിക്കൻ എടുത്ത് ക്ലീൻ ചെയ്ത് വേറെ വെള്ളത്തെ നന്നായിട്ട് കഴുകി വെള്ളം തോരാനായിട്ട് വെക്കണം കേട്ടോ. വെള്ളം തോരാൻ ഒട്ടും വെള്ളം ഇതിനകത്ത് കാണരുത്. അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടിഷ്യൂ പേപ്പറോ നല്ല ടവലോ വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഒപ്പിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിനൊരു ബൗളെടുത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, വീട്ടിലുണ്ടാക്കുന്നതായാലും മതി ചിക്കൻ മസാല. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ നമ്മൾ സാദാ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, എല്ലാ സ്പൈസസും കൂടെ പൊടിച്ച് വെച്ചിട്ടില്ലേ, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചതയ്ക്കരുത്, നന്നായിട്ട് അരച്ച് തന്നെ ഇതിനകത്ത് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്തു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കണം. അതിനുശേഷം നമ്മുടെ ഉലുവയില ഉണ്ടല്ലോ, കസൂരി മേത്തി, അത് ഉണക്കി പൊടിച്ചതാണ്. അത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ്, മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ആയാലും മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ചേർക്കുന്നു. ഒപ്പം ആവശ്യത്തിന് ഉപ്പും, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 കപ്പ് തൈരാണ് ഞാൻ, കട്ട തൈരാണ്, വെള്ളത്തിൻ്റെ ആവശ്യം പാടില്ല. കട്ട തൈര് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ചേർക്കാം. ശേഷം നമുക്ക് വിസ്കോ, കൈയോ, സ്പൂണോ, ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടിത് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ വിട്ടു പോയിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഇതിൽ ചേർക്കണം. ഞാൻ ചേർത്തിട്ടുണ്ട്, അത് സ്കിപ്പായിപ്പോയതാണ് വീഡിയോ. നിങ്ങൾ മസ്റ്റായിട്ടും അത് ചേർക്കണം, ഒരു നാരങ്ങയുടെ നീര്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും പാടില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ മസാലയെല്ലാം ഈ ചിക്കനകത്ത് നന്നായിട്ട് പിടിക്കും. ഇനി ചിക്കൻ എടുത്ത് നന്നായിട്ട് മസാലയെല്ലാം തേച്ച് ഇതിലേക്ക് ഫുള്ള് ഇൻസൈഡും ഔട്ട് സൈഡും എല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് മസാലകളെല്ലാം ഇതിൽ പിടിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ഇതൊരു ശരിക്കും പറയാം ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ പറ്റത്തില്ല, അറ്റ്ലീസ്റ്റ് 4 മണിക്കൂർ, അതും പറ്റത്തില്ല, ഒരു 3.5 മണിക്കൂറെങ്കിലും നിങ്ങളിത് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനൊരു 3.5 മണിക്കൂറാണ് വെച്ചത്. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ഫുഡല്ലേ നല്ലത്, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ 3.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഒരു കുക്കർ എടുത്ത് അടുപ്പിൽ വെക്കണം. എൻ്റെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്, അതെടുത്ത് വെച്ച് ഒരു സ്റ്റാൻഡ് വെക്കാൻ നോക്കിയപ്പം നടന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു ചെറിയ സ്റ്റീമറിൻ്റെ അടപ്പെടുത്ത് കമഴ്ത്തി വെച്ചു. അതിലേക്ക് പഴയ ഒരു അടപ്പും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിലിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് എടുത്ത് വെക്കുക. ശേഷം കുക്കർ അടച്ച് നിങ്ങൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് ഫസ്റ്റ് വേവിക്കണം. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, കുക്കർ അടയ്ക്കുമ്പോൾ ഇതിൻ്റെ വാഷർ നമ്മൾ മാറ്റിയിരിക്കണം. മസ്റ്റായിട്ട് വാഷർ ഊരണം, അല്ലെങ്കിൽ ഫ്ലോപ്പായി പോവും ഈ റെസിപ്പി. വാഷറും മാറ്റണം, അതിൻ്റെ മുകളിലത്തെ വിസിലും മാറ്റണം കേട്ടോ. വിസിലും വാഷറും ഒന്നും ഇല്ലാതെ വെറുതെ അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, മറക്കരുത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിം. അതിനുശേഷം 20 മുതൽ ഒരു 30 മിനിറ്റ് വരെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലും വെക്കണം. ഫസ്റ്റ് 5 മിനിറ്റ് ഹൈ ഫ്ലെയിം, എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം. എൻ്റെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെന്തില്ല. അപ്പം ഞാൻ 25 മിനിറ്റാണ് ഞാൻ വെച്ചത്. അപ്പോൾ എനിക്ക് വെന്തില്ല, ഞാൻ പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അടുപ്പിൻ്റെ അടിയിലൊരു ഗ്രില്ലുണ്ട്, അതിലേക്ക് ഞാനൊരു 3 മിനിറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഗ്രില്ല് ചെയ്തു. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇല്ലാത്തവർ
നിങ്ങളൊരു പാൻ അടപ്പ് വെച്ച് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അടിപൊളി ചിക്കൻ തന്തൂരി റെഡിയായി. എനിക്ക് ഒരു 3 മിനിറ്റ് ഗ്രില്ല് ചെയ്തപ്പോഴത്തേന് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു.